നമസ്കാരം, മഷിനോട്ടത്തിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്ത. മലബാർ TMT 500D സ്റ്റീൽ ബാർസ്. ഉദുമ മണ്ഡലത്തിൽ കള്ളവോട്ട് ചെയ്യാൻ UDF സ്ഥാനാർത്ഥി കെ സുധാകരന്റെ ആഹ്വാനം. ഞാൻ നിങ്ങളിൽ നിന്ന് പ്രതീക്ഷിക്കുന്നത് അർത്ഥശങ്കക്കിടയില്ലാതെ വിധം പറയാ, ആരും പുറത്തു പറയേണ്ട, 90 മുകളിൽ നിങ്ങൾ പോളിംഗ് പെർസെന്റേജ് എത്തിക്കണം. അതാണ് നിങ്ങളുടെ ടാർഗറ്റ്. പോളിംഗ് കൂട്ടാൻ പുറത്ത് നാളെ ഇറക്കണം, നിർദ്ദേശം രഹസ്യ ഗ്രൂപ്പ് യോഗത്തിൽ. തെരഞ്ഞെടുപ്പ് കാലത്ത് UDFന് തിരിച്ചടിയായ ജിഷയുടെ കൊലപാതകം. പോലീസ് അനാസ്ഥയ്ക്കെതിരെ കേരളമാകെ പ്രതിഷേധം. അങ്ങനെയുള്ള കഴിവുള്ള ഒരു മുഖ്യമന്ത്രിയാണ് കേരളം ഭരിക്കുന്നതെങ്കിൽ ഇത്തരം തെമ്മാടിത്തരങ്ങൾ നടക്കുമായിരുന്നോ? കഴിവുകെട്ട മുഖ്യമന്ത്രി ഭരിക്കുമ്പോൾ ഇത്തരം തെമ്മാടിത്തം നടക്കുമെന്ന് VS. കോഴിക്കോട് CPIM BJP ബാന്ധവമെന്ന് കോൺഗ്രസ്. ഇരു പാർട്ടികളും ധാരണയുണ്ടാക്കിയെന്ന് DCC പ്രസിഡന്റ് KC അബു. കഴിഞ്ഞ തവണ പ്രദീപ് കുമാർ ജയിച്ചത് BJP വോട്ട് വാങ്ങിയെന്നും അബു. TP വധ ഗൂഢാലോചന അന്വേഷണം രാഷ്ട്രീയ ആയുധമാക്കി മുഖ്യമന്ത്രി. അന്വേഷണം CBIക്ക് വിടാത്തത് BJP CPIM ധാരണ കാരണമെന്ന് ഉമ്മൻചാണ്ടി. മുഖ്യമന്ത്രിയുടെ നിലപാട് തള്ളി KK രമ. കാസർഗോഡ് ഉദുമ നിയോജക മണ്ഡലത്തിൽ കള്ളവോട്ട് ചെയ്യാൻ പ്രവർത്തകരോട് കെ സുധാകരന്റെ ആഹ്വാനം. ഇതിനായി സംരക്ഷണത്തിന് പുറത്തുനിന്ന് ആളെ ഇറക്കാമെന്നും സുധാകരന്റെ ഉറപ്പ്. കോൺഗ്രസ് പാർട്ടി പ്രവർത്തകരുടെ രഹസ്യ യോഗത്തിലാണ് സുധാകരന്റെ വിവാദ പ്രസ്താവന. റിപ്പോർട്ടർ എക്സ്ക്ലൂസീവ്. ഉദുമ നിയോജക മണ്ഡലം കോൺഗ്രസ് സ്ഥാനാർത്ഥിയായ കെ സുധാകരൻ തന്റെ വിജയമുറപ്പിക്കാനായി മരിച്ചവരുടെ വോട്ടുകളായാലും നാട്ടിലില്ലാത്തവരുടെ വോട്ടുകളായാലും രേഖപ്പെടുത്തി 90% എന്ന ലക്ഷ്യത്തിലെത്തിക്കണമെന്നാണ് പ്രവർത്തകരോട് ആഹ്വാനം ചെയ്യുന്നത്. ഞാൻ നിങ്ങളിൽ നിന്ന് പ്രതീക്ഷിക്കുന്നത് അർത്ഥശങ്കക്കിടയില്ലാതെ വിധം പറയാ, ആരും പുറത്തു പറയേണ്ട, 90 മുകളിൽ നിങ്ങൾ പോളിംഗ് പെർസെന്റേജ് എത്തിക്കണം. അതാണ് നിങ്ങളുടെ ടാർഗറ്റ്. മണ്ഡലത്തിൽ ഇടതുപക്ഷം വ്യാപകമായി കള്ളവോട്ട് ചെയ്യാൻ സാധ്യതയുണ്ടെന്നും അതിനാൽ വേദോപദേശം നൽകി അവരെ തടയാൻ സാധിക്കില്ലെന്നും വേണമെങ്കിൽ പുറത്തുനിന്ന് ആളെ ഇറക്കാമെന്നും സുധാകരൻ പ്രവർത്തകർക്ക് ഉറപ്പു നൽകുന്നു. നിങ്ങൾ കള്ളവോട്ട് ചെയ്യരുത് എന്നൊക്കെ സാരോപദേശം കൊടുത്ത് അവർ കള്ളവോട്ട് ചെയ്യാതിരിക്കും. നമുക്ക് എത്ര ശതമാനം ആ കള്ളവോട്ട് നിയന്ത്രിക്കാൻ സാധിക്കും? പുറത്തുനിന്ന് ആളുകളെ ഇറക്കി നമ്മൾ കള്ളവോട്ട് നിയന്ത്രിക്കാനുള്ള ബഹളം ഉണ്ടാക്കിയാൽ ആ പ്രദേശത്തെ പാർട്ടിക്കാർ ഒരുപാട് പ്രതിസന്ധി അഭിമുഖീകരിക്കേണ്ടി വരും. നമ്മളിങ്ങോട്ട് പോകും, പുറത്തുനിന്ന് ആളെ ഇറക്കാം. ഇലക്ഷന്റെ വേണമെങ്കിൽ നിങ്ങൾക്ക് ഓരോ അവിടുത്തെ ഈ ക്രൂഷ്യൽ ബൂത്തിലൊക്കെ നമുക്ക് വേണമെങ്കിൽ ആളുകൾ. ഉദുമയിൽ BJPയുമായി രഹസ്യധാരണ ഉണ്ടാക്കിയെന്ന ഇടതുപക്ഷത്തിന്റെ ആരോപണം നിലനിൽക്കെ ഇപ്പോൾ പുറത്തുവന്ന സുധാകരന്റെ വിവാദ പ്രസ്താവന വരും ദിവസങ്ങളിൽ ചൂടേറിയ രാഷ്ട്രീയ ചർച്ചകൾക്കാകും വേദിയാവുക. KV ബൈജു, റിപ്പോർട്ടർ, കാസർഗോഡ്. തെരഞ്ഞെടുപ്പ് കാല കേരളീയ രാഷ്ട്രീയത്തെ ഇളക്കിമറിച്ച വിഷയമായി ജിഷയുടെ കൊലപാതകം മാറിക്കഴിഞ്ഞു. UDF സർക്കാരിന് ഇതുണ്ടാക്കുന്ന പ്രതിസന്ധി വലുതാണ്. LDFന് വിഷയം സ്വാഭാവിക ആയുധമായി മാറുകയും ചെയ്തിട്ടുണ്ട്. UDFന് ജിഷയുടെ കൊലപാതകം ഏൽപ്പിക്കാൻ പോകുന്ന രാഷ്ട്രീയ ആഘാതം ചെറുതാവില്ല. ജിഷയുടെ കൊലപാതകം കേരളത്തെ ഇളക്കിമറിക്കുന്ന രാഷ്ട്രീയ വിഷയമായി പരിണമിച്ചിരിക്കുന്നു. ഭരണകൂടത്തോടുള്ള ജനങ്ങളുടെ അതൃപ്തി വിനയാകുമെന്ന് മുഖ്യമന്ത്രി നന്നായി ഭയക്കുന്നുണ്ട്. രാവിലെ പെരുമ്പാവൂരിൽ എത്തിയ മുഖ്യമന്ത്രി പോലീസ് അന്വേഷണം നന്നായി നടക്കുന്നു എന്ന് സ്ഥാപിക്കാനാണ് ശ്രമിച്ചത്. നമ്മുടെ നാട്ടിൽ ഒരിക്കലും ഉണ്ടാകരുതാത്ത ഒരു വലിയ സംഭവമാണ്, നിർഭാഗ്യകരമായ സംഭവമാണ്. ഇതിനെ മറ്റൊരു മാനം കൊടുക്കേണ്ടതില്ല. ഇത് കുറ്റകൃത്യത്തിന്റെ ഗൗരവം അനുസരിച്ച് തന്നെ ഇതിന്റെ നിയമ നടപടികൾ എല്ലാ തലങ്ങളിലും ഉണ്ടാകും. തുടരെ മാധ്യമപ്രവർത്തകർ ചോദ്യമുന്നയിച്ചപ്പോൾ മറുപടി പറയാതെ മടക്കം. രാഷ്ട്രീയാഘാതം ഭയപ്പെട്ട പ്രവർത്തകരുടെ രോഷം തുടരെ ചോദ്യശരങ്ങളെയ്ത മാധ്യമപ്രവർത്തകന് നേരെയായി. പിന്നീട് പെരുമ്പാവൂരിലെത്തിയ VS അച്യുതാനന്ദനാകട്ടെ മുഖ്യമന്ത്രിക്കെതിരെ ആഞ്ഞടിച്ചു. അവരുടെ ഒരു തരത്തിലുള്ള ന്യായവാദങ്ങളും ശരിയല്ല, ആർക്കും അംഗീകരിക്കാൻ കഴിയുന്നതല്ല. അങ്ങനെയുള്ള കഴിവുള്ള ഒരു മുഖ്യമന്ത്രിയാണ് കേരളം ഭരിക്കുന്നതെങ്കിൽ ഇത്തരം തെമ്മാടിത്തരങ്ങൾ നടക്കുമായിരുന്നോ? തീർന്നില്ല. പിണറായി വിജയൻ ഭരണകൂടത്തിന് നേരെ വിരൽ ചൂണ്ടി സർക്കാരിനെ പ്രതിസന്ധിയിലാഴ്ത്തി. ഈ സംഭവം കണ്ടിട്ടും മറച്ചുവെച്ചത് ആരുടെ നിർദ്ദേശപ്രകാരം? അപ്പൊ അവിടെ ഉന്നതങ്ങളിൽ നിന്നുള്ള ഇടപെടലുണ്ടായി. ഉന്നതങ്ങളിൽ നിന്നുള്ള ഇടപെടൽ എന്ന് പറയുമ്പോൾ ഗവൺമെന്റ് തലത്തിൽ തന്നെയുള്ള ഇടപെടലുണ്ടായി എന്ന് വേണം സംശയിക്കാൻ. ഇടത് യുവജന സംഘടനകൾ കൂടി വിഷയം ഏറ്റെടുത്തതോടെ പ്രതിഷേധം തെരുവിൽ കത്തിപ്പടർന്നു.
എല്ലാവരും സംയമനം പാലിക്കണമെന്ന ഉപദേശത്തോടെ കാര്യങ്ങൾ വരുതിയിലാക്കാൻ ഇതിന്റെ രമേശ് ചെന്നിത്തലയുടെ ശ്രമം. ഏതായാലും മാധ്യമ പ്രവർത്തകരും ഈ കാര്യത്തിൽ സഹകരിക്കണം നിങ്ങളും. കാരണം ഇതൊരു കേസ് അന്വേഷണം നല്ല നിലയിൽ കൊണ്ടുപോകാൻ നിങ്ങൾ സഹകരിക്കുകയാണ് വേണ്ടത്. സ്ത്രീ സുരക്ഷയ്ക്കായി LDF വന്നാൽ പ്രത്യേക വകുപ്പ് എന്നുകൂടി പറഞ്ഞ് VS ഇന്ന് അവസാനിപ്പിച്ചപ്പോൾ പെരുമ്പാവൂർ വിഷയത്തിൽ LDF മേൽക്കൈ നേടുന്നതാണ് കാണുന്നത്. സ്ത്രീകൾ തന്നെ മേൽനോട്ടം നടത്തുന്ന വകുപ്പ് ഞങ്ങള് ഈ വരുന്ന തെരഞ്ഞെടുപ്പിന് ശേഷം കൈക്കൊള്ളാൻ പോകുന്നു എന്നും മാനിഫെസ്റ്റോയിൽ പറഞ്ഞിട്ടുണ്ട്. ജിഷയുടെ കൊലപാതകം UDF രാഷ്ട്രീയത്തിന് തെരഞ്ഞെടുപ്പിലുണ്ടാക്കാൻ പോകുന്ന ആഘാതം ചെറുതാകില്ല. ഇലക്ഷൻ ഡെസ്ക് റിപ്പോർട്ട്. അഴിമതിക്ക് പിന്നാലെ പെരുമ്പാവൂർ കൊലപാതകം ഉമ്മൻചാണ്ടിക്കെതിരായ ആയുധമാക്കി VS അച്യുതാനന്ദൻ. പ്രതികൾക്ക് രക്ഷപ്പെടാനുള്ള പഴുതൊരുക്കിയത് സർക്കാരാണെന്നായിരുന്നു VSന്റെ ആരോപണം. പെരുമ്പാവൂരിൽ ജിഷയുടെ അമ്മയെ സന്ദർശിച്ച ശേഷമായിരുന്നു VS ചാലക്കുടിയിൽ പൊതുയോഗത്തിനെത്തിയത്. സംഭവത്തിന്റെ പശ്ചാത്തലത്തിൽ ഉമ്മൻചാണ്ടിക്കെതിരെ രൂക്ഷ വിമർശനം നടത്തിയായിരുന്നു VSന്റെ പ്രസംഗം. 6 ദിവസം കഴിഞ്ഞപ്പോഴാണ് കേരളത്തിലെ ആഭ്യന്തരകാര്യമന്ത്രി അങ്ങോട്ടൊന്ന് തിരിഞ്ഞു നോക്കിയത്. 7ാമത്തെ ദിവസമാണ് മുഖ്യമന്ത്രി ഇന്ന് അവിടെ പോയത്. ദിവസങ്ങൾ പിന്നിട്ട് കഴിഞ്ഞാൽ കേസുകളുടെ സ്വഭാവം എന്തായിരിക്കുമെന്ന് നമുക്കെല്ലാം ഊഹിക്കാമല്ലോ. കുറ്റവാളികൾക്ക് രക്ഷപ്പെടാനുള്ള അവസരം നൽകിക്കൊണ്ട് കേരള ഗവൺമെന്റ് അത്യന്തം നീചമായാണ് ആ പാവപ്പെട്ട കുടുംബത്തോട് പെരുമാറിയത്. LDF വന്നാൽ സ്ത്രീകൾക്കായി സ്ത്രീകൾ നേതൃത്വം നൽകുന്ന പ്രത്യേക വകുപ്പ് രൂപീകരിക്കുമെന്നും VS പറഞ്ഞു. സ്ത്രീകൾക്ക് ഒരു പ്രത്യേക വകുപ്പ്, സ്ത്രീകൾ തന്നെ മേൽനോട്ടം നടത്തുന്ന വകുപ്പ് ഞങ്ങള് ഈ വരുന്ന തെരഞ്ഞെടുപ്പിന് ശേഷം കൈക്കൊള്ളാൻ പോകുന്നു എന്നും മാനിഫെസ്റ്റോയിൽ പറഞ്ഞിട്ടുണ്ട്. സ്ത്രീകളുടെ കാര്യം പ്രത്യേകം നോക്കി അവരുടെ അവശതകളും ആവശ്യങ്ങളും മനസ്സിലാക്കി നടപടിയെടുക്കുന്നതിനാണ് ഒരു സ്ത്രീ മന്ത്രിയെ വഹിക്കുന്നതെന്നും ആ മാനിഫെസ്റ്റോയിൽ പറഞ്ഞിട്ടുണ്ട്. VSന്റെ പ്രസംഗം കേൾക്കാനെത്തുന്നവരിൽ ഇതര രാഷ്ട്രീയക്കാരുണ്ടെന്ന് യോഗത്തിൽ അധ്യക്ഷത വഹിച്ച ഇന്നസെന്റ് MP പറഞ്ഞു. എന്തുകൊണ്ട് ഈ അച്യുതാനന്ദൻ എന്ന് പറയുന്ന സഖാവ് വരുമ്പോൾ അവിടെ എന്തുകൊണ്ട് ആളുകളൊക്കെ ഇത്ര കൂടുന്നു? നമ്മുടെ ആളുകൾ മാത്രമല്ല അവിടെ കൂടുന്നത്, ഒരുപാട് കോൺഗ്രസ്സുകാരും BJPക്കാരും ഒക്കെ കൂടുന്നു. അദ്ദേഹത്തിനെ അവർക്കൊക്കെ ഇഷ്ടമാണ് എന്നുള്ളതാണ്. ചാലക്കുടിയിലെ LDF സ്ഥാനാർത്ഥി BD ദേവസിക്ക് വേണ്ടി വോട്ട് അഭ്യർത്ഥിക്കാനാണ് VS എത്തിയത്. നട്ടുച്ചയായിട്ടും നൂറുകണക്കിന് ആളുകളാണ് VSനെ കേൾക്കാനെത്തിയത്. റിപ്പോർട്ടർ, തൃശൂർ. കോഴിക്കോട് CPIMന് BJPയുമായി ബന്ധമെന്ന DCC. കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ നോർത്ത് മണ്ഡലത്തിൽ BJPയുടെ വോട്ട് വാങ്ങിയാണ് പ്രദീപ് കുമാർ വിജയിച്ചത്. ഇത്തവണയും BJPയുടെ വോട്ടിനായി ധാരണയുണ്ടെന്നും DCC പ്രസിഡന്റ് KC അബു ആരോപിച്ചു. കഴിഞ്ഞ നിയമസഭാ ലോക്സഭാ തെരഞ്ഞെടുപ്പുകളിലെ വോട്ട് കണക്കുകൾ നിരത്തിയാണ് CPIM BJP ബന്ധമെന്ന കോൺഗ്രസിന്റെ ആരോപണം. നോർത്ത് മണ്ഡലത്തിൽ പ്രദീപ് കുമാർ കഴിഞ്ഞ തവണ BJP വോട്ട് വാങ്ങിയാണ് വിജയിച്ചത്. 49,000 വോട്ട് പ്രദീപ് കുമാറിന് ലഭിച്ചപ്പോൾ BJP നേടിയത് 9,000 വോട്ടായിരുന്നു. എന്നാൽ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസ് സ്ഥാനാർത്ഥി MK രാഘവന് നിയമസഭയിലെ കോൺഗ്രസ് സ്ഥാനാർത്ഥിയുടെ അതേ വോട്ട് ലഭിച്ചപ്പോൾ BJP 10,000 വോട്ട് അധികം നേടി. ഇത്തവണയും നോർത്ത് മണ്ഡലത്തിൽ BJPയുമായി CPIMന് ധാരണയുണ്ടെന്ന് DCC പ്രസിഡന്റ് KC അബു ആരോപിച്ചു. അസംബ്ലി ഇലക്ഷനിൽ BJPക്ക് അവിടെ ലഭിച്ചത് 9,000 വോട്ടാണ്. അപ്പോൾ BJPൻ്റെ 10,000 വോട്ട് അവിടെ അസംബ്ലി ഇലക്ഷനിൽ കുറവാണ്. ഇവിടെ പോയി എന്ന് നോക്കിയപ്പോൾ അത് പ്രദീപ് കുമാറിൻ്റെ വോട്ടിനോട് അത് കൂട്ടിച്ചേർത്താൽ അത് കണക്കാണ്. അപ്പോൾ കഴിഞ്ഞ അസംബ്ലി ഇലക്ഷനിൽ പ്രദീപ് കുമാർ ജയിച്ചത് BJPയുടെ സഹായത്തോടു കൂടിയാണ്, അവരുടെ വോട്ടോടു കൂടിയാണ് എന്ന് രേഖകളോടുകൂടി നിങ്ങളുടെ മുമ്പാകെ വെച്ച് ഞങ്ങൾക്ക് സംസാരിക്കാൻ സാധിക്കും. ജില്ലയിൽ ഇത്തവണ 3 മണ്ഡലങ്ങളിൽ കോൺഗ്രസിന് തികഞ്ഞ വിജയപ്രതീക്ഷയാണ്. തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിനായി കോൺഗ്രസ് ഉപാധ്യക്ഷൻ രാഹുൽ ഗാന്ധി 12-ന് നാദാപുരത്തെത്തും. VM സുധീരൻ നാളെ ജില്ലയിൽ 10 തെരഞ്ഞെടുപ്പ് യോഗങ്ങളിൽ പങ്കെടുക്കുമെന്നും DCC ഭാരവാഹികൾ അറിയിച്ചു. റിപ്പോർട്ടർ, കോഴിക്കോട്.
ടി.പി. ചന്ദ്രശേഖരൻ വധ ഗൂഢാലോചനയുടെ അന്വേഷണം CBIക്ക് വിടാൻ തയ്യാറാകാത്ത കേന്ദ്ര സർക്കാർ നടപടിയെ തെരഞ്ഞെടുപ്പ് പ്രചാരണ രംഗത്ത് ആയുധമാക്കി മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി. സംസ്ഥാന സർക്കാർ പലതവണ കത്തെഴുതിയിട്ടും CBIക്ക് അന്വേഷണം കൈമാറാൻ തയ്യാറാകാത്തത് LDF-BJP ബന്ധത്തിന് തെളിവാണെന്നായിരുന്നു മുഖ്യമന്ത്രിയുടെ ആരോപണം. എന്നാൽ ഒത്തുകളിയിൽ എല്ലാ രാഷ്ട്രീയ കക്ഷികൾക്കും ബന്ധമുണ്ടെന്ന് പറഞ്ഞ മുഖ്യമന്ത്രിയുടെ നിലപാടിനെ പൂർണ്ണമായും അംഗീകരിക്കാതെ RMPയും KK രമയും രംഗത്തെത്തി. TP വധത്തിന്റെ വാർഷികത്തിൽ മലയാളി മനസാക്ഷിക്കേറ്റ 51 വെട്ടുകളുടെ 4ാം വാർഷികത്തിൽ നാം ഓർക്കേണ്ടത് എന്ന പേരിൽ ഫേസ്ബുക്കിൽ എഴുതിയ കുറിപ്പിലാണ് മുഖ്യമന്ത്രി LDF-BJP കൂട്ടുകെട്ട് സംബന്ധിച്ച ആരോപണമുയർത്തിയത്. TP വധത്തിലെ ഉന്നതതല രാഷ്ട്രീയ ഗൂഢാലോചന അന്വേഷിക്കണമെന്നാവശ്യപ്പെട്ട് UDF സർക്കാർ കേന്ദ്രത്തിലെ BJP സർക്കാരിന് ഒന്നിലധികം തവണ കത്തയച്ചു. എന്നാൽ തീരുമാനമെടുക്കാൻ കേന്ദ്ര സർക്കാർ ഇതുവരെ തയ്യാറായില്ല. ഇത് BJP-LDF ബന്ധത്തിന് മറ്റൊരു ഉദാഹരണമല്ലേ എന്ന ചോദ്യവും മുഖ്യമന്ത്രി തുടർന്ന് ഉയർത്തുന്നു. സംസ്ഥാനത്ത് പലയിടത്തും കോലീബി സഖ്യം നിലനിൽക്കുന്നതായി LDF നേതാക്കൾ ആരോപിക്കുന്നതിനിടെയാണ് TP വധ ഗൂഢാലോചന കേസ് CBIക്ക് കൈമാറുന്നത് അട്ടിമറിച്ചത് സംബന്ധിച്ച മുഖ്യമന്ത്രിയുടെ ആക്ഷേപം. കൊലപാതക രാഷ്ട്രീയത്തിനെതിരെ വോട്ട് രേഖപ്പെടുത്തുമെന്ന് പ്രതിജ്ഞയെടുക്കാമെന്ന് കൂടി പറഞ്ഞാണ് ഫേസ്ബുക്ക് പോസ്റ്റ് മുഖ്യമന്ത്രി അവസാനിപ്പിക്കുന്നത്. എന്നാൽ മുഖ്യമന്ത്രിയുടെ ആക്ഷേപത്തെ RMP പൂർണ്ണമായും പിന്തുണച്ചില്ലെന്നതാണ് ശ്രദ്ധേയം. അട്ടിമറിയിൽ എല്ലാവർക്കും പങ്കാളിത്തമുണ്ടെന്നായിരുന്നു KK രമയുടെ നിലപാട്. മറിച്ചുള്ള തെളിവുകൾ ഉണ്ടെങ്കിൽ പൊതുസമൂഹത്തോട് പറയണമെന്നും രമ ആവശ്യപ്പെട്ടു. അതെ ആ കാര്യങ്ങൾ മുഖ്യമന്ത്രി പൊതുസമൂഹത്തോട് പറയുകയാണ് വേണ്ടത്. അട്ടിമറിക്കാൻ ശ്രമിച്ചിട്ടുണ്ടെങ്കിൽ മുഖ്യമന്ത്രിക്ക് അതിൻ്റെ കാര്യങ്ങൾ അറിയാമെങ്കിൽ മുഖ്യമന്ത്രി ഇത് വെളിപ്പെടുത്തുകയാണ് വേണ്ടത്. ഞങ്ങൾ പറയുന്നത് എല്ലാ രാഷ്ട്രീയ പാർട്ടികളും ഈ കാര്യത്തിൽ ഒത്തുകളി നടന്നിട്ടുണ്ട്. ഏതായാലും തിരഞ്ഞെടുപ്പ് പ്രചരണ രംഗത്ത് TP വധം സജീവ ചർച്ചയാക്കാനുള്ള തയ്യാറെടുപ്പിന്റെ ഭാഗമാണ് മുഖ്യമന്ത്രിയുടെ നീക്കമെന്നാണ് വിലയിരുത്തൽ. റിപ്പോർട്ടർ, കോഴിക്കോട്. ഷൊർണൂരിൽ ഇത്തവണ പോരാട്ടം കനക്കും. CPIM ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം PK ശശിയുടെ സാന്നിധ്യം കൊണ്ട് ശ്രദ്ധേയമായ മണ്ഡലം പിടിക്കാൻ കോൺഗ്രസ് ഇറക്കിയിരിക്കുന്നത് പട്ടാമ്പി നഗരസഭ വൈസ് ചെയർപേഴ്സൺ കൂടിയായ C സംഗീതയെയാണ്. NDA സ്ഥാനാർത്ഥിയായി BDJS ജില്ലാ പ്രസിഡന്റ് VP ചന്ദ്രനാണ് മത്സരിക്കുന്നത്. കാറ്റിന് പോലും ഇൻകുലാബിന്റെ മുഴക്കമാണ് ഷൊർണൂരിലെന്ന് ഇടതുപക്ഷക്കാർ പറയും. ചരിത്രത്തെ കൂട്ടുപിടിച്ചുള്ള കണക്ക് നിരത്തി അവർ വാദിക്കുമ്പോൾ മണ്ഡലത്തിന്റെ നിറം കടും ചുവപ്പാണ്. ജില്ലയിലെ തന്നെ പ്രബലനായ നേതാവ് PK ശശിയെയാണ് നിലവിലെ MLA KS സലീഗയെ മാറ്റി നിർത്തി പാർട്ടി ഇത്തവണ കളത്തിലിറക്കുന്നത്. മണ്ഡലത്തിൽ ഭൂരിപക്ഷത്തിന്റെ കാര്യത്തിൽ മാത്രമേ ശശിക്കിപ്പോൾ സംശയമുള്ളൂ. ഇടതുകോട്ടയിൽ വിജയം സുനിശ്ചിതമെന്ന് അദ്ദേഹം പറയുന്നു. ഇടത്തരക്കാരും ഉയർന്ന ഇടത്തരക്കാരും തൊഴിലാളിയും കൃഷിക്കാരനും കുട്ടികളും എല്ലാ വിഭാഗവും വളരെ ആവേശത്തോടു കൂടിയാണ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ സ്ഥാനാർത്ഥിക്ക് സ്വീകരണം കൊടുക്കാൻ എത്തുന്നത്. ഷൊർണൂരിന്റെ വികസനമില്ലായ്മ ചൂണ്ടിക്കാട്ടി വോട്ട് തേടുമ്പോൾ തങ്ങൾക്കൊന്നും ഭയപ്പെടാനില്ലെന്നാണ് UDF സ്ഥാനാർത്ഥി C സംഗീതയുടെ പക്ഷം. കുടിവെള്ളക്ഷാമം ഉൾപ്പെടെ നീറുന്ന മണ്ഡലത്തിലെ പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണാൻ ഇടതുപക്ഷ ജനപ്രതിനിധിക്ക് കഴിഞ്ഞിട്ടില്ലെന്ന തെളിവുകൾ നിരത്തി വാദിക്കുകയാണ് സംഗീത. ഷൊർണൂർ മുനിസിപ്പാലിറ്റിയിൽ നെല്ലായ മാത്രമാണ് കഴിഞ്ഞ 5 വർഷമായിട്ട് ഇടതുപക്ഷത്തിൻ്റെ ഭാഗത്തുള്ളത്. അത് രണ്ടും ഒഴിച്ചിട്ടുണ്ടെങ്കിൽ ബാക്കി ഒരു 10-35 വർഷമായിട്ട് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ പഞ്ചായത്തുകളായിരുന്നു. പിന്നെ കഴിഞ്ഞ ഒരു 20 വർഷത്തോളം തുടർച്ചയായിട്ട് ഇടതുപക്ഷത്തിൻ്റെ കുറച്ച് കോട്ട എന്ന് തന്നെ പറയും ഷൊർണൂർ നിയോജകമണ്ഡലം. അപ്പോൾ അതുകൊണ്ട് തന്നെ വികസനം എന്ന് പറയുന്ന 4 അക്ഷരം എത്തി നോക്കാത്ത പഞ്ചായത്തുകളും പ്രദേശങ്ങളും അതിലല്ല, ഓരോ മുക്കും മൂലയും. SNDPയുടെ താലൂക്ക് യൂണിയൻ പ്രസിഡന്റും BDJS ജില്ലാ പ്രസിഡന്റുമായ VP ചന്ദ്രനും മണ്ഡലത്തിൽ നല്ല പ്രതീക്ഷയോടെയാണ് മത്സരിക്കുന്നത്. വിജയം തങ്ങൾക്കൊപ്പമാണെന്നതിൽ ചന്ദ്രനും സംശയമില്ല. 100% വിജയപ്രതീക്ഷ തന്നെ. എല്ലാ ഭാഗങ്ങളും എവിടെ ചെന്നാലും ഇടതും വലതും വഞ്ചിച്ചു എന്ന് മാത്രമേ പറയുള്ളൂ. അപ്പോൾ ഒരു മാറ്റം വേണം. അതിന് പറ്റിയ സ്ഥാനാർത്ഥിയെ അതുകൊണ്ട് ഞങ്ങൾ വോട്ട് VP ചന്ദ്രൻ ചെയ്യുമെന്ന് പറയുന്നുണ്ട്. ആ വിശ്വാസം ഞാൻ മുന്നോട്ട് പോകുമ്പോൾ 100% വിജയം തന്നെ. തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിൽ നേടിയ മിന്നുന്ന മുന്നേറ്റമാണ് BJP BDJS സഖ്യത്തിന്റെ പ്രതീക്ഷ. പാർലമെന്റ് തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പുകളുടെ കണക്കിലും ഇടതുപക്ഷത്തിനാണ് ഷൊർണൂരിൽ മേൽക്കൈ. ത്രികോണ പോരാട്ടത്തിൽ വോട്ട് വിഭജിച്ചു പോകുമ്പോൾ വിജയിച്ചു കയറാമെന്ന പ്രതീക്ഷയിലാണ് എതിരാളികൾ. ക്യാമറാമാൻ പ്രജിത് കോങ്ങാടിനോടൊപ്പം ശ്രീകുമാരൻ, റിപ്പോർട്ടർ, പാലക്കാട്. നിയമസഭാ തെരഞ്ഞെടുപ്പിനുള്ള ഒരുക്കങ്ങളെല്ലാം പൂർത്തിയായതായി കോട്ടയം ജില്ലാ ഭരണകൂടം അറിയിച്ചു. 15,54,714 വോട്ടർമാർ ഇക്കുറി സമ്മതിദാനാവകാശം രേഖപ്പെടുത്തും. 82 സ്ഥാനാർത്ഥികളാണ് ജില്ലയിൽ ഉള്ളത്. 9 മണ്ഡലങ്ങളാണ് കോട്ടയം ജില്ലയിലുള്ളത്. 82 സ്ഥാനാർത്ഥികൾ ഇക്കുറി ജനവിധി തേടും. ഏറ്റവും കൂടുതൽ സ്ഥാനാർത്ഥികളുള്ളത് ചതുഷ്കോണ മത്സരം നടക്കുന്ന പൂഞ്ഞാറിൽ 17 പേർ. ഏറ്റവും കുറവ് കടുത്തുരുത്തിയിൽ 6 പേർ. 15,54,714 വോട്ടർമാരിൽ 7,59,680 പേർ പുരുഷന്മാരും 7,95,034 പേർ വനിതകളുമാണ്. 18,910 വോട്ടർമാരാണ് പുതുതായുള്ളത്. ഏറ്റവും കൂടുതൽ വോട്ടർമാർ ഉള്ളത് പൂഞ്ഞാറിലാണ്. 1,83,357 പേർ. കുറവ് വൈക്കത്തും 1,62,057 പേർ. 1,411 പോളിംഗ് സ്റ്റേഷനുകളാണ് ജില്ലയിൽ ഒരുക്കിയിട്ടുള്ളത്.
തെരഞ്ഞെടുപ്പ് ഡ്യൂട്ടിക്കായി 11,271 ഉദ്യോഗസ്ഥരെയാണ് ജില്ലയിൽ വിന്യസിച്ചിട്ടുള്ളത്. 2,942 പോലീസുകാരെയും നിയോഗിച്ചിട്ടുണ്ട്. അതീവ ജാഗ്രത പുലർത്തേണ്ട 9 പോളിംഗ് സ്റ്റേഷനുകളും 51 പ്രശ്നബാധിത പോളിംഗ് സ്റ്റേഷനുകളും ജില്ലയിലുണ്ട്. ഏറ്റവും കൂടുതൽ പ്രശ്നസാധ്യതാ ബൂത്തുകളുള്ളത് വൈക്കത്താണ്. 5 കമ്പനി കേന്ദ്രസേനയെയും തെരഞ്ഞെടുപ്പ് ഡ്യൂട്ടിക്കായി നിയോഗിക്കുമെന്നും ജില്ലാ ഭരണകൂടം അറിയിച്ചു. റിപ്പോർട്ടർ, കോട്ടയം. തെരഞ്ഞെടുപ്പിൽ മികച്ച പോളിംഗ് ഉറപ്പുവരുത്താൻ വ്യത്യസ്തമായ പ്രചരണ പരിപാടികളുമായി തെരഞ്ഞെടുപ്പ് കമ്മീഷൻ. വോട്ടവകാശം ഓരോ പൗരന്റെയും കടമയാണെന്ന് ഓർമ്മപ്പെടുത്തിയാണ് തലസ്ഥാനത്ത് കാർട്ടൂൺ പ്രദർശനം സംഘടിപ്പിച്ചിരിക്കുന്നത്. സമ്മതിദാനാവകാശത്തെക്കുറിച്ച് ജനങ്ങളെ ബോധവൽക്കരിക്കുന്നതിനായി തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ നേതൃത്വത്തിൽ പ്രസ് ക്ലബ്ബിൽ ആരംഭിച്ച പ്രദർശനം കാർട്ടൂണിസ്റ്റ് സുകുമാർ ഉദ്ഘാടനം ചെയ്തു. വോട്ടവകാശം ഒരു പൗരന്റെ കടമയായതുകൊണ്ടുതന്നെ മെയ് 16 അത് എല്ലാവരും വിനിയോഗിക്കണമെന്ന് അദ്ദേഹം ഓർമ്മിപ്പിച്ചു. ഈ 16 നമ്മൾ ഓർമ്മിക്കത്തക്ക വിധം നമ്മളുടെ ഈ ജന്മാവകാശം എന്ന് തന്നെ പറയാവുന്ന ഒരു അവകാശമാണ് ജനാധിപത്യ കേരളത്തിൽ, ഭാരതത്തിൽ നമുക്ക് ലഭിച്ചിരിക്കുന്നത്, വോട്ടവകാശം എന്നത്. ആ വോട്ടവകാശം പല പ്രകാരത്തിലും നമ്മൾ മാറ്റി മാറ്റി വയ്ക്കുകയാണ്. എന്തെങ്കിലും ഒഴിവ് കഴിവ് പറഞ്ഞ് നിവൃത്തി ഉണ്ടെങ്കിൽ നമ്മൾ പോകുന്നില്ല. പ്രായമായവരെ വോട്ട് ചെയ്യാൻ പ്രേരിപ്പിക്കുന്ന തരത്തിലാണ് പ്രദർശനം സംഘടിപ്പിച്ചിരിക്കുന്നത്. ജനപ്രതിനിധി ആരാണെന്ന് തീരുമാനിക്കേണ്ടത് ജനങ്ങളാണ്. അതുകൊണ്ട് തന്നെ വോട്ട് ചെയ്യേണ്ടത് നമ്മുടെ കർത്തവ്യമാണ്. പ്രലോഭനങ്ങളിൽ വഴങ്ങാതെ വോട്ട് ചെയ്യുക, ഒരു വോട്ട് ഒരിടത്ത് മാത്രം, കള്ളവോട്ട് തടയുക തുടങ്ങിയ സന്ദേശങ്ങളും കാർട്ടൂണിലൂടെ നൽകുന്നുണ്ട്. പുതുതലമുറയെ പരിഹസിച്ചുകൊണ്ടുള്ള കാർട്ടൂണുകളും പ്രദർശനത്തിനുണ്ട്. പ്രദർശനം നാളെ സമാപിക്കും. റിപ്പോർട്ടർ, തിരുവനന്തപുരം. കേന്ദ്രീകൃത തെരഞ്ഞെടുപ്പ് പ്രചാരണങ്ങൾക്കൊപ്പം സ്വന്തം മണ്ഡലത്തിലെ വികസന നേട്ടങ്ങൾ എണ്ണി പറയുന്ന ആൽബങ്ങളും LDF UDF MLA പുറത്തിറക്കിയിട്ടുണ്ട്. പാലക്കാട് UDF സ്ഥാനാർത്ഥി ഷാഫി പറമ്പിൽ പുറത്തിറക്കിയ പ്രചാരണ ആൽബമാണ് ഇന്ന് ചുവരെഴുതി. ദൂരം കരിമ്പനയാടും ചെന്തമിഴ് മൊഴിയും നാടല്ലേ, ഈ നല്ല നാടിൻ പൊന്നൊളിയേകാൻ തോന്നില്ലേ നീ? ജനമനസിൽ നിലാവായി നീ നൂറിതണിയുന്നൊരു പ്രതീക്ഷയും കരുത്ത് പകർന്നിടും ആശയങ്ങളാൽ നീ അരിയ പുതിയ ചരിതമെഴുതി മണ്ണിൽ പാലക്കാടിന്റെ വികസന നായക നീ തരുന്ന തെളിഞ്ഞ മലർക്കാലം. പാലക്കാടിന്റെ മധുരിത സ്നേഹമേ നാം നേടുന്നു ആശിച്ചതെല്ലാം. ഇനി ചരിത്രപഥം. സഭാ തെരഞ്ഞെടുപ്പിൽ LDF വിജയം സുനിശ്ചിതം എന്ന് കരുതിയിരിക്കുമ്പോഴാണ് VSന് CPIM ആദ്യമായി സീറ്റ് നിഷേധിക്കുന്നത്. പിന്നീടുണ്ടായ പ്രതിഷേധങ്ങൾ CPIM ചരിത്രത്തിന്റെ തന്നെ ഭാഗമാണ്. UDF ഭരണത്തിന് ശേഷം 2006-ൽ LDF അധികാരത്തിൽ വരുമെന്ന പ്രതീക്ഷ നിലനിന്നിരുന്നു. പ്രതിപക്ഷ നേതാവ് എന്ന നിലയിൽ VS അച്യുതാനന്ദൻ നടത്തിയ ജനകീയ ഇടപെടലുകൾ ആ പ്രതീക്ഷയ്ക്ക് ആക്കം പകർന്നു. എന്നാൽ CPIM അന്ന് തീരുമാനിച്ചത് VS മത്സരിക്കേണ്ട എന്നായിരുന്നു. CPIM തീരുമാനത്തിനെതിരെ പ്രവർത്തകരും ജനങ്ങളും തെരുവിലിറങ്ങി. AKJ സെന്ററിലേക്ക് പോലും പ്രതിഷേധ പ്രകടനം നടന്നു. എങ്ങും VSനായി മുറവിളി ഉയർന്നു. എന്നാൽ സംസ്ഥാന കമ്മിറ്റിയുടെ തീരുമാനം അംഗീകരിക്കുകയാണ് CPIM ദേശീയ നേതൃത്വം ചെയ്തത്. പ്രതിഷേധങ്ങൾ വീണ്ടും ആളിപ്പടർന്നു. ദേശീയ മാധ്യമങ്ങൾ വിഷയം ഏറ്റെടുത്തു. ഒടുവിൽ കേന്ദ്ര നേതൃത്വം തിരുത്തലിന് തയ്യാറായി. VS മത്സരിക്കണമെന്ന തീരുമാനമെടുത്തു. കേരളത്തിൽ പറന്നെത്തിയ പ്രകാശ് കാരാട്ട് സംസ്ഥാന കമ്മിറ്റി യോഗത്തിന് ശേഷം തീരുമാനം മാധ്യമങ്ങളെ അറിയിച്ചു. Reconsider that decision. Because some confusion was also created by that decision among some sections of the people. So taking into account all the opinions expressed within our party and also some of the reactions in certain sections of people, the Politburo asked
a team of us from the PB to come to Kerala and meet the Secretariat and State Committee again, which we have done today. We have met the State Secretariat in the morning, and the State Committee is going on now, where after discussions, we have decided that Comrade V.S. Achuthanandan should contest the elections. ഇലക്ഷൻ ഡെസ്ക് റിപ്പോർട്ടർ. പൂർത്തിയാകുന്നു. നമസ്കാരം.